യമ്മി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കരിവേപ്പില എണ്ണയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. വീഡിയോ കരിവേപ്പില എണ്ണ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു പിടി കരിവേപ്പില എടുത്തിട്ടുണ്ട്. കരിവേപ്പിലയുടെ ഒരു ക്വാണ്ടിറ്റി കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല. ഇത് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണയാണ്. അരക്കപ്പ് എന്ന് പറയുമ്പോൾ 125 ml ഉണ്ട്. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് കരിവേപ്പില ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കരിവേപ്പില നല്ലോണം കഴുകിയെടുക്കുക. കഴുകിയെടുത്ത കരിവേപ്പില ഇതുപോലെ ഒരു തുണിയിലിട്ട് ഒരു കോട്ടൺ ടവൽ ഇട്ട് നല്ലോണം ഇനിയൊന്ന് തുടച്ചെടുക്കണം. അതിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുഴുവൻ ഞാൻ ടവലിട്ട് നല്ലോണം ഒന്ന് തുടച്ച് കളയാണ്. ഏകദേശം ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി നമ്മൾ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ പൊക്കോളും. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുക്കുക. മീഡിയം തീയിലിട്ട് ചൂടാക്കാം. ഈ ഇല ഇടുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയ തീയിൽ വെക്കുക. ഇനി ചെറിയ തീയിൽ വെച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇല വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വറക്കേണ്ടത് ഒരു ക്രിസ്പി ആവും, അതുവരെ വേണം വറുത്തെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വയ്ക്കാൻ മറക്കാതിരിക്കുക. കുറച്ച് നേരം നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു കരിയിലേക്ക് പോലെ നല്ലോണം അത് വാടി തുടങ്ങും. നല്ല ഒരു ക്രിസ്പി ആവും. നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇതൊന്ന് പൊടിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂട് മാറാനായിട്ട് വെക്കാം. ചൂട് മാറിയ ശേഷം ഇത് നല്ലോണം ഇതുപോലെ പൊടിച്ചെടുക്കണം. കൈ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ ഒന്ന് വേഗം പൊടിഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് മിക്സി ജാറിലും ഇട്ടും പൊടിക്കാം. പക്ഷേ മിക്സി ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ലോണം ഉണക്കിയ ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. മിക്സി ജാറിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഇങ്ങനെ പൊടിച്ചെടുത്ത് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ഇത് മാറ്റി വെച്ച ശേഷം അതേ ചീനച്ചട്ടിയിൽ തന്നെ അരക്കപ്പ് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടാവണം. തീ ഇപ്പോൾ മീഡിയം തീയിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച കരിവേപ്പില പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ ഇതൊരു പച്ചക്കളറായി മാറും എണ്ണ. ഇതുണ്ടോ, ഇപ്പോൾ തന്നെ നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനി 2 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നല്ലോണം ഇളക്കിയ ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലോട്ടാക്കി അടച്ചു വയ്ക്കും. ഇത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇത് 24 മണിക്കൂർ അതുപോലെ തന്നെ വെച്ചിരിക്കാം. അടുത്ത ദിവസം അടിച്ചുപയോഗിക്കാം. ഇപ്പം ഞാൻ അടുത്ത ദിവസമാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ ഇത് ഒരു 24 മണിക്കൂർ അതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ട്. ഈ എണ്ണ നമുക്കിനി ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇനി അരിച്ചെടുക്കാനായിട്ട് ഒരു കഷ്ണം തുണി ഞാനിങ്ങനെ വിരിക്കുകയാണ്. സാധാരണ മുണ്ടിൻ്റെ തുണിയോ എന്തിലും അല്ലെങ്കിൽ അരിപ്പയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ഇതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കുകയാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 മാസം വരെ എന്തായാലും ഈ എണ്ണ കേടുകൂടാതെ ഇരിക്കും. നിങ്ങൾക്ക് കുറച്ചായിട്ട് ആഴ്ചയ്ക്കും ഇതുപോലെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ അരിച്ചിട്ടുണ്ട്. ഈ കളർ ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കരിവേപ്പില നിങ്ങൾക്ക് ചേർത്താൽ ഒരു 2 പിടി കരിവേപ്പിലയൊക്കെ ഇട്ടാൽ നല്ല ഡാർക്ക് ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ ഇത്ര ഈസിയാണ് കരിവേപ്പില എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.